ഇതിലായിരുന്നു ഓടാനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കേസ് എല്ലാത്തിനും ഒരു ധാരണയാണ് ഒരു സാമ്പത്തിക നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് പുള്ളിക്ക് അവർ വേറെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കൊന്നും അറിയില്ല. പുള്ളിക്കാരുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. ഒരു ധാരണയാക്കിയ ഒരു ധാരണയാക്കിയിട്ടില്ല. അതായത് സൽമാൻ രവീഷ് സാറും ബെന്നി സാറും കൂടെ നാളെ തരാം മറ്റന്നാൾ തരാം എന്നും പറഞ്ഞു ഒന്നും വന്നിട്ടില്ല. പുള്ളിക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അല്ല വല്ല 10,000-15,000 ഒക്കെ മറ്റേ ചെറിയ കാര്യങ്ങൾക്കുള്ള അല്ലാതെ വേറെ ഒന്നും കിട്ടിയെങ്കിൽ നമ്മളത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നതല്ലാതെ ഒരു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പോവാണ് അങ്ങനെ ചെയ്യാൻ പോവാണ്. ഈ സൽമാൻ രവി സാറും ബെന്നി സാറും അവർ ഇതുപോലെ അവിടെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെന്നി സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫോൺ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നതല്ലാതെ ഞാൻ ഞാൻ പിന്നെ കമ്പനി സംസാരിക്കാറ് എന്തായാലും മീറ്റിംഗ് ആണ് അതാണ് ഇതാണെന്നുള്ള ഒരു രീതി അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാവരും പറഞ്ഞു പറഞ്ഞെല്ലാം CM പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നതല്ല പറയുന്നു. അതുകൊണ്ടല്ല അത് നമുക്ക് വിശ്വാസമില്ലായിരുന്നു. കഴിഞ്ഞ പൈസ കൊടുക്കാനുള്ള പൈസ ബാങ്കിൻ്റെ കുറച്ചുകൂടി കൊടുക്കാൻ ഇതിപ്പം അറിയിട്ടാണോ അറിയാതെയാണോ ഒന്നുമല്ല. അത് എല്ലാവരും പറയുന്നത് പറഞ്ഞു അതാണ് ഞാൻ സാറിനോട് എന്ന് പറയാമോ. ഇതിപ്പം ഞാൻ ഇപ്പം തന്നെ സംസാരിക്കുന്നത് സാറ് പറഞ്ഞിട്ടാണോ ഞാൻ ചോദിക്കുന്നത് പറയുന്നത്. ആ ഒരു വിശ്വാസ ഇല്ലായ്മ അതുകൊണ്ടാണ്. അപ്പം അതിനൊരു ഉറപ്പ് നമുക്ക് അതെന്തുവാണ് എന്നോട് അജിത്ത് പറഞ്ഞു അജിത്ത് എന്നോട് പറഞ്ഞു വെച്ചാൽ ആ അപ്പാടെ കുഴഞ്ഞു ആ കുഴച്ച് തീരാണെങ്കിൽ നമുക്ക് അതിന് ഇടപെടുത്തു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് അപ്പം പറഞ്ഞു. അപ്പം നമുക്ക് 19 ഞാനുണ്ടല്ലോ അന്നേരം മൂക്കിനോട് വന്നപ്പോഴേക്ക് അന്നേരം എന്തെങ്കിലും പറയുന്നത് അതാര് പറഞ്ഞു അന്നേരം പറഞ്ഞു തലേദിവസം വിളിച്ചിട്ട് പിന്നെ പൈസ കൊടുക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറയണം. ഇതൊക്കെ വന്നതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ എന്നിട്ടും എന്താ പറയാനാണ് പൈസ കാര്യങ്ങളൊന്നും മുഖ്യന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ കാര്യം തന്നെയാണ്. പുള്ളിയുടെ കാര്യം തന്നെയാണ് ഉള്ളത്. എല്ലാം ഉള്ള ഒരു പരിഹാരം അല്ല എനിക്ക് പറയാൻ കിട്ടാനുള്ള പൈസ ഒരുപാടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തമായ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പൈസ ഏൽപ്പിക്കുമല്ലോ ഇല്ലല്ലോ. ഹലോ
5ഓളം ഉണ്ട്. അപ്പം അത്രയൊന്നും പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും ഇത് കഴിഞ്ഞ് തീരുമാനമായി. ഇപ്പം ഇത് ഇത്രയും വിഷയമായപ്പോൾ വീണ്ടും ഇതുവരെ പറഞ്ഞതൊന്നും സത്യമല്ല എന്നുള്ളത് സത്യമല്ലാത്ത കാര്യമല്ലെങ്കിൽ അത് സാറിനായാലും ശരി ജനങ്ങൾക്കായിരുന്നാലും ശരി ഈ പറയുന്ന മുന്നണി സാറിനായാലും എല്ലാം അറിയാമെന്നുള്ളത് കൊണ്ടാണ് അതൊരു വിഷയം. അത് പോട്ടെ, പ്രശ്നമില്ല. ഞാൻ കാര്യങ്ങളാണ് സാറ് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയാം. നിങ്ങളാണ് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് ആളാടിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിങ്ങൾ പറയാം. ക്ലോസ് ചെയ്യുന്നത് എന്നിട്ട് മാത്രമേ പറയാൻ പോകുന്നു. അപ്പം അങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പറയുന്ന ഭാഷ ഞാൻ ഒരു 10 മണിക്കൂർ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എവിഡൻസ് വിടാതിരിക്കുന്നതാണ്. എവിഡൻസ് വിടാതല്ല, നമുക്ക് എവിഡൻസ് ഇല്ല. പിന്നെ അത് ഇല്ല എന്നുള്ളത് നൽകണം. പിന്നെ മനുഷ്യനാവെന്ന് പറയാൻ പാടില്ല. അങ്ങനാണല്ലോ കാര്യം പറയാൻ അങ്ങനാണല്ലോ. അതോ മനസ്സിലായി. എവിഡൻസ് നമ്മളെ പറയണം. അതിനെന്ത് വേണം ചെയ്യാന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെ. പലരും ഇങ്ങനെ പറയുന്നതാണ്. ചിലപ്പോൾ ഈ ബെന്നി സാർ തന്നെ ഞങ്ങളെ മുഖ്യമന്ത്രി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു ദിവസം ഫുള്ള് എറണാകുളത്ത് രാവിലെ 6 വൈകുന്നേരം 4 അതൊന്നും ഒന്നും നടന്നില്ല. അതുപോലെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നേ ഉള്ളതെന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. അതായിരിക്കാം. അന്ന് പുള്ളിക്കാരുടെ അനുഭവങ്ങളാണല്ലോ. അതുകൊണ്ടാണ് അല്ല അത് ഞാൻ അറിയാത്ത കാര്യം പറയുന്നു. എന്നോട് കൊണ്ട് ഒന്നുപോയിന്ന് ഞാൻ പറഞ്ഞില്ല എന്നൊന്നും പറയുന്നു. എനിക്ക് എൻ്റെ കാര്യം എനിക്ക് വളരെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് നിങ്ങൾ പറയുന്നത് കേട്ടു. ഞാൻ മറ്റൊന്നും അതിനകത്ത് ലാഭജീവമൊന്നുമില്ല. പിന്നെ ഇന്നത്തെ കാര്യം തീർത്തേക്കാം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ സാർ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മാത്രം എനിക്കറിയാം. അതെ, ഞാൻ പറഞ്ഞിട്ടാണെന്ന് മാത്രം വെച്ചിട്ടുണ്ടോ വിചാരിച്ചു. ഓക്കെ, അത് മാത്രമേ അറിഞ്ഞു. പിന്നെ കാരണം എന്തായാലും ഒരു കാര്യമാണ്. ഞാൻ അറിഞ്ഞതും പറഞ്ഞു അവരുടെ കാശ് പോയിട്ടുണ്ട്. അത് നിങ്ങളെ വന്നിട്ടില്ല എന്നുള്ള കാര്യം വന്നിട്ടില്ല. വന്നില്ലെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതായിക്കോട്ടെ. ഒന്ന് എങ്കിൽ ന്യായമായിട്ട് ലിമിറ്റഡ് വേ, അതായത് ഇത് വെച്ച് അവസാനിപ്പിക്കും. ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അവർ പറയാനുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞില്ല സാർ. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. മെയിനായിട്ടുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കറക്റ്റ് അതിൻ്റെതായ രീതിക്ക് അതിന് കറക്റ്റ് തന്നെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ കാണുന്നവർക്ക് അറിയാം. ജനങ്ങൾക്ക് അറിയാം എന്താണ് പറയുന്നത്. അറിയാം. ഞാൻ തോന്നുന്നത് തന്നെ ഞാൻ കേരളമില്ല എങ്കിലും അച്ഛൻ്റെ പുള്ളിക്കാർക്ക് തന്നെ ആദ്യം ഒരു കാര്യം സാധിക്കാൻ പുള്ളിക്കാർ അതുമല്ല എന്നെ കൊണ്ടുപോകാൻ. അതെ, ഞാനും അച്ഛൻ്റെ പുള്ളിക്കാരൊക്കെ പോയത്. എന്നിട്ടും രാത്രി പോയി ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ആവശ്യമില്ല. ഞാൻ പുള്ളി എന്നോട് സന്തോഷം ആക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇപ്പം അവിടെ എൻ്റെ മുടി പോയായിരുന്നു. എന്നെ എപ്പോഴും ആവശ്യമാണ്. പുള്ളിക്കൊരു കുറച്ചില്ലാറ്റില്ല. അത് നമുക്ക് ന്യായമായിട്ടാണെങ്കിൽ അതങ്ങ് തീർക്കാൻ ഒക്കുന്നതാണെങ്കിൽ അത് പറയുന്നത് എല്ലാ പ്രശ്നം നിങ്ങൾക്ക് തീർന്നു അവരും തീർന്നു കൊണ്ട് വെറുതെ നമ്മളൊരു മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രീധരനാഥിനെ ഞാൻ പറഞ്ഞു. ശ്രീധരനാഥ് ഏരിയ കാശ് കൊടുത്താ നമുക്ക് പറയേണ്ട കൊടുത്തു അല്ലേ? അഭിപ്രായം കാർഡ് കൊടുക്കും. പക്ഷേ എന്നാലും രേഖയില്ലാത്ത നൽകിക്കാം. പക്ഷേ ആ രേഖയിലൊക്കെ 2 സാക്ഷികളാണ് അജിത്തും ബില്ലാക്കും. അപ്പം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം വണ്ടി പറയാൻ വന്നത്. അതും ഈ അജിത്തൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ പോയി പറയും അത് നിൽക്കട്ടെ, അതോടെ നിൽക്കട്ടെ. ഈ കാര്യം നോക്ക്. അപ്പം ഞാനിതല്ലാണ്ട് വെച്ചോ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അത് തീർക്കാൻ കറക്റ്റായിട്ട് എനിക്ക് പറയാം. വിളിച്ചിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് പുള്ളിക്കാരത്തിയുടെ ഉള്ളപ്പോൾ അത് കണ്ട് പുള്ളിക്കാരത്തിയോട് കണ്ട് പറയുന്നത് അതെനിക്ക് എന്നെ സംബന്ധിച്ച് വൃത്തിയാവും. ബില്ല് പറഞ്ഞാലും അപ്പം ഞാനൊന്ന് സംസാരിക്കും. എന്നിട്ട് ഞാൻ സാറിന് നാളെ വിളിച്ചിട്ട് അങ്ങനെ
ഞാൻ നമ്മുടെ കാര്യത്തിലൊന്നും നല്ലതായിട്ട് ഏതാനും സംഭവിച്ചു നാണക്കെടാവുന്ന നാണക്കെട്ട് പറയാമെന്നെല്ലാം പറഞ്ഞു. എങ്കിലും ഇനിയും ഇതിപ്പം നിങ്ങൾക്ക് വന്ന പ്രശ്നം കിട്ടാനും പറ്റും കൂടി പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നും കിട്ടാനില്ല. നമ്മൾക്ക് പല പ്രശ്നങ്ങളാണ്. ഒന്നും പുള്ളിക്കാരെ മോശമായി ചിത്രീകരിക്കുന്നതല്ലാതെ അത് അവരുടെ അതൊക്കെ ഞാനിത് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ സംസാരിക്കും. നാളെ കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ കണ്ടിട്ട് പറഞ്ഞാൽ തീർക്കാനാണെങ്കിൽ ഞാൻ തീർക്കാം. അപ്പോൾ അവരും പറയാം തീർക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പറയണം ഇങ്ങോട്ട്, എങ്കിലേ എനിക്ക് അങ്ങോട്ട് അത് പറയാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലൊക്കെ ഞങ്ങൾ പറയുന്നതാണ്, അതല്ല പിന്നെ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്, അതും എന്നോട് പറഞ്ഞു. അപ്പം എങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നു. നിങ്ങൾ എന്തുകൊണ്ടെന്നുണ്ടോ അത് പുള്ളിക്കാരന് പറയണം. പിന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാം. അല്ല, അത് പുള്ളിക്കാരത്തി എന്നോട് അതിൻ്റെ രേഖ സഹിതം ഇന്നുണ്ട് അച്ചായ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇന്നതാ സാറേ അവർ ഇരിക്കുന്നത്. അപ്പം പുള്ളിക്കറിയാമല്ലോ. ഞാൻ ഇങ്ങോട്ട് കയറി മോട്ടിച്ചപ്പം ഇത്ര ഭവനം എടുത്തതെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എടുത്തോ. നമ്മൾ തൊട്ടിട്ടില്ലാത്ത ഭവൻ ഒരു നേരം പറയുകയാണ് എന്ന് പറഞ്ഞ് എന്താ പറയുന്നത് മുക്കിന് ഉടനെ അറിയാമല്ലോ. സാധാ പുള്ളിക്കാർക്ക് പറഞ്ഞ രേഖകൾ ഇന്ന രേഖകളാണ് അച്ഛൻ്റെതാണ് ഇത് കാണിച്ചിട്ടുണ്ടോ. അപ്പം ഞാൻ പുള്ളിയെ കാണിച്ചാൽ ഇതാണ് പറഞ്ഞേക്കുന്നത് സാറെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് എടുക്കാവുന്ന വേണ്ട സാറെന്ന് പറയുന്നു കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ തീർക്കുക ഇല്ലേ വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ വിളിച്ചോ ഓക്കെ നമുക്ക് വിളിക്കാം.